വടകരയിലെ LDF സ്ഥാനാർത്ഥി തലശ്ശേരി നിയോജക മണ്ഡലത്തിലാണ് ഇപ്പോൾ ശൈലജ ടീച്ചർ പ്രചരണം നടത്തുന്നത്. എല്ലാ സ്വീകരണ കേന്ദ്രത്തിലും വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ആളുകൾ ടീച്ചറെ സ്വീകരിക്കാൻ എത്തുന്നത്. ടീച്ചർ എങ്ങനെയാണ് പ്രചരണം ഇന്ന് തലശ്ശേരിയിലാണ് രാവിലെ മുതൽ എല്ലാ കേന്ദ്രങ്ങളിലും അടുത്തടുത്ത കേന്ദ്രങ്ങളിലാണ് വെച്ചത്. പക്ഷേ എന്നിട്ടും വലിയ ജനപങ്കാളിത്തമാണ്. പങ്കാളിത്തം മാത്രമല്ല, വളരെ ആവേശത്തിലും സൗഹൃദത്തിലുമാണ് ജനങ്ങൾ നന്നായിട്ട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. ടീച്ചർ ഈ പ്രചരണത്തിലൊക്കെ ഇങ്ങനെ വലിയ ആളുകളുണ്ട്, മറുഭാഗത്താണെങ്കിൽ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ, ടീച്ചറുടെ വീഡിയോയിലൊക്കെ പലതരത്തിലുള്ള എഡിറ്റ് ചെയ്യുക, അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിന്? ഞാനത് ജനങ്ങളോട് പറയുകയാണ്. കാരണം ഞാൻ 3-4 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. എതിർ സ്ഥാനത്ത് കോൺഗ്രസും ഒക്കെ വന്നിട്ടുണ്ട്. കോൺഗ്രസ് തന്നെയായിരുന്നു മുഖ്യ എതിരാളികൾ. എന്നാൽ ഇങ്ങനെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു പ്രചരണം അവരൊന്നും നടത്തിയിട്ടില്ല. ഞാൻ MP കൃഷ്ണൻ നായർക്കെതിരായിട്ട് മത്സരിച്ചിട്ടുണ്ട്, AD മുസ്തഫ സാറിനെതിരായിട്ട് മത്സരിച്ചിട്ടുണ്ട്, സണ്ണി ജോസഫിനെതിരായിട്ട് മത്സരിച്ചിട്ടുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയം പറയാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നിശിതമായ ഭാഷയിൽ വിമർശിക്കാറുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് UDF എതിർ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇത്ര വൃത്തികെട്ട രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. ഇത് എവിടെ നിന്ന് ഇറക്കുമതി ചെയ്തു എന്ന് എനിക്കറിയില്ല. ഈ പ്രചരണം അതിന് പറ്റിയൊരു സംഘം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പ്രധാന ജോലി ഫേസ്ബുക്കിൽ നമ്മളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യലാണ്. ഞാൻ പറഞ്ഞല്ലോ, വൃത്തികെട്ട ഒരു പോർണോ ചിത്രം എടുത്തിട്ട് അതിന് എൻ്റെ മുഖം വെച്ചിട്ട് പിണറായിയൊക്കെ പരിഹസിച്ചുകൊണ്ടുണ്ടായിരുന്നു. അത് പോസ്റ്റ് ചെയ്താൽ ഇവരുടെ വിചാരം എന്താ? ഇത് കണ്ടിട്ട് ആളുകൾ എനിക്ക് വോട്ട് ചെയ്യാണ്ടിരിക്കും എന്നുള്ളതാണോ? അത് പോസ്റ്റ് ചെയ്ത ആളുകളുടെ സംസ്കാരത്തെക്കുറിച്ചല്ലേ ജനം ചിന്തിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ നിങ്ങൾ കണ്ടല്ലോ, റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുണുമായിട്ട് നടന്നിട്ടുള്ള ഒരു അരുണിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയായിരുന്നു. ആ കൂട്ടത്തിൽ വളരെ നമ്മുടെ മതേതരത്വത്തെക്കുറിച്ച് ശക്തമായി പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു പ്രത്യേക മതവിഭാഗത്തെ ആകെ വർഗീയവാദികളായും അക്രമികളായും ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അത് പറ്റില്ല, അത് നടക്കില്ല. അവരെല്ലാം എന്താ വർഗീയവാദികളാണ് എന്ന് ചോദിച്ചത് ആ ക്വസ്റ്റ്യൻ മാർക്ക് ഉപേക്ഷിച്ചിട്ട് മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണെന്നും പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് എന്തോ ഒരു ധാർമ്മികതയില്ലാത്ത കാര്യമാണ്. പക്ഷേ അതിലെനിക്ക് സന്തോഷമുണ്ട്. മാധ്യമപ്രവർത്തന രംഗത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു കാര്യം വന്നാൽ അത് ആഘോഷിക്കുന്നതിന് പകരം ഡോക്ടർ അരുൺ അത് അത്രയും ഉള്ളിൽ സ്പർശിച്ചിട്ടാണ്. പിന്നെ കാരണം നല്ല രീതിയിലാണ് ചോദിച്ചതും ഞാൻ പറഞ്ഞതും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചതും ടീച്ചർ പറഞ്ഞതും ഈ അർത്ഥമല്ല, നേരെ വിപരീതമാണ്. ഇങ്ങനെ അധാർമികമായിട്ട് ചെയ്യരുത് എന്ന് തന്നെ പറയുകയും ഞാൻ പറഞ്ഞ മുഴുവൻ ഞാൻ ഫാറൂഖ് അബ്ദുള്ളേൻ്റെ പ്രസംഗം അടക്കം കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. അതെല്ലാം കാണിച്ചപ്പോൾ അത് പൊളിഞ്ഞപ്പോൾ പുതിയ ഓരോന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇനി പ്രവാചകനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. അത് ഞാൻ വളരെ 6-ാം നൂറ്റാണ്ടിൽ വളരെ വളരെ ജനങ്ങൾ വേദനയും വിഷമവും അനുഭവിച്ചൊരു ഘട്ടത്തിലാണ് പ്രവാചകൻ ജനിക്കുന്നത്. യഥാർത്ഥത്തിൽ അന്ന് 6-ാം നൂറ്റാണ്ടിലെ ഇരുളാണ്ട സമൂഹത്തിലെ വെള്ളി വെളിച്ചമായിരുന്നു പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അന്ന് അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തുവും മുഹമ്മദ് നബിയെല്ലാം ആ കാലഘട്ടത്തിൽ മനുഷ്യരുടെ ഇടയിലൂടെ നടന്ന് പ്രവർത്തിച്ചവരാണ്, അല്ലാണ്ട് ചില്ലുഗോപുരത്തിലിരുന്നവരൊന്നുമല്ല. ജനങ്ങളുടെ ഇടയിൽ നടന്ന് വേർത്ത് അവർക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞ് അവരെ രക്ഷിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചവരാണ്. അത് നല്ല ആശയങ്ങൾ നമ്മൾ പകർത്തുകയാണ് വേണ്ടത്, അതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത്. അപ്പോൾ ഞാനത് പറഞ്ഞു, അങ്ങനെ മൃഗബലി പാടില്ല, അതുപോലെ തന്നെ സ്ത്രീകളെ ഇകഴ്ത്തുന്നത് ശരിയല്ല, കുറ്റപ്പെടുത്തുന്നത്. നല്ല ധർമ്മിഷ്ഠമായ ജീവിതം നയിക്കുന്ന സ്ത്രീക്കും പുരുഷനും അല്ലാഹു പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ത്രീയായാലും പുരുഷനായാലും മാന്യമായി അന്തസ്സായി ജീവിക്കണം എന്നുള്ള ഒരു പ്രചോദനമാണ്. അപ്പോൾ ചവിട്ടി താഴ്ത്തപ്പെടുന്നവർക്ക് ഒരാശ്വാസം കിട്ടിയതാണ് അന്നത്തെ ആ നൂറ്റാണ്ടിനെ വെച്ച് നോക്കുമ്പോൾ. ഇന്നത്തെ സാഹചര്യം അല്ലല്ലോ. അത് നേരെ വിപരീതമായ അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് ഏത് പണ്ഡിതന്മാരാണ് ഇങ്ങനെ പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുമ്പോൾ എൻ്റെ പ്രസംഗം മുഴുവനുണ്ടല്ലോ, വേറെ ആരൊക്കെയോ അത് മുഴുവൻ എടുത്തു കൊടുത്തു. അപ്പോൾ ആ നുണയും പൊളിഞ്ഞു. കേട്ടില്ല. അതെന്തിനാണ്? ഒരു പ്രത്യേക വിഭാഗം ആളുകളുടെ വോട്ട് നേടാൻ വേണ്ടിയിട്ട് നമ്മളെ അവരുടെ ശത്രുക്കളാക്കി മാറ്റാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഈ വീഡിയോയിൽ ടീച്ചർ പറഞ്ഞുകൊണ്ടാണ്, എല്ലാ വീഡിയോയിലുള്ളത് ടീച്ചർ ഒരു ന്യൂനപക്ഷ വിരുദ്ധയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കും. അതെന്താ വെച്ചാൽ അവരുടെ അമ്പരപ്പാണ്. കാരണം ഇന്ന് ന്യൂനപക്ഷങ്ങളെ ആകെ ഇന്നതെന്നില്ല സംരക്ഷിക്കേണ്ടത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം എല്ലാവർക്കും തുല്യാവകാശമാണ്. എന്നാൽ ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഭാഷാന്യൂനപക്ഷങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ ഇതിലെല്ലാം വരുന്നവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അത് ജനാധിപത്യത്തിൻ്റെ സാധാരണ തത്വമാണ്. ആ തത്വം ലംഘിക്കപ്പെടുമ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായിട്ട് പറയുന്നത് ഇടതുപക്ഷമാണ്. രണ്ടാമത്, ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലാണ് ഇങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാറ്റി നിർത്താനുള്ള പരിശ്രമത്തെ എതിർക്കുന്നത്. അപ്പോൾ
അപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും നമ്മളോടൊരു സ്നേഹം ഉണ്ടായിപ്പോയോ എന്നുള്ളൊരു ഭയത്തിൽ നിന്ന് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരാക്രമമാണ്. അങ്ങനെ പരാക്രമമൊന്നും നടത്തേണ്ട കാര്യമില്ല. ചിന്തിക്കാൻ കഴിയുന്നവർ ചിന്തിക്കും. നമ്മളിപ്പോൾ ഇന്ന ജാതിയും മതവും വോട്ട് ചെയ്യണമെന്നൊന്നും ആരോടും പറയുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കാൻ എന്താണ് മാർഗം? ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രമാണ് പറയുന്നത്. അതൊക്കെ മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും. ഏതായാലും ഈ മുൻപില്ലാത്ത വിധം അധാർമികമായ വ്യാജ പ്രചരണമാണ് നടക്കുന്നത് എന്നാണ് ശൈലജ ടീച്ചർ ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ ജനങ്ങൾ ഈ വ്യാജ പ്രചരണങ്ങൾ തള്ളിക്കളയുമെന്നും വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ പറയുന്നു. ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M. സന്തോഷ്.